ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന് മോർണിംഗ് നല്ല ടിൻഡ് ടൂണ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കാണിക്കാനാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ എണ്ണയിലേക്ക് കുറച്ച് കടുകും ഉലുവയും കൂടെ പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊരു സവോള, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാടി വരും. നമ്മൾ നോർമലി ടിൻഡ് ടൂണ കൊണ്ട് തോരൻ വെക്കാറുണ്ട്. നമുക്കിപ്പം വേറെ മീനൊന്നും പെട്ടെന്ന് കറി വെക്കാനില്ലായിരുന്നതുകൊണ്ടും നമുക്ക് ടൂണയുടെ കറി ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ടും നമ്മൾ കപ്പയ്ക്ക് വേണ്ടി ആണിത് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു ഈ റെസിപ്പി. അതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വാടി നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും ആവശ്യമായ മുളക് പൊടി, കുറച്ച് കായപ്പൊടി, അതുപോലെ മറ്റാവശ്യമായ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ചെറിയ തീയിൽ കരിഞ്ഞു പോകാതെ പച്ചമണം ഒന്ന് വാട്ടിയെടുക്കണം. തക്കാളിയുടെ ഒക്കെ വെള്ളം ഇറങ്ങി അത്യാവശ്യം ഒന്ന് കുഴഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന 2-3 കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും ചെറിയ തീയിൽ ഒന്നും കൂടെ വാട്ടി കുറച്ച് കുഴമ്പ് രൂപത്തിലായി വരുമ്പോഴേക്കും നമുക്ക് പൊട്ടിച്ച ടിൻഡ് ടൂണ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഓയിൽ മുഴുവൻ ഡ്രെയിൻ ഔട്ട് ചെയ്ത് കുറച്ച് ഓയിൽ അതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിതുപോലെ നല്ലതായിട്ട് ഹാഫ് ബോയിൽഡ് ആയിട്ടുള്ള ടൂണയാണ്. ഇങ്ങനെ ക്യാനിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നമുക്കിത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നാട്ടിൽ കൊണ്ടുപോയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. അങ്ങനെ നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അടിപൊളി ടൂണക്കറി റെഡിയായി. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഹസ്ബൻഡ് ഇത് തോരൻ വെച്ച് കഴിച്ചിട്ടുള്ളൂ. ഈ തവണ ഞാൻ കറി വെച്ച് കൊടുത്തപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു.